കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനമാണ് തൃശൂർ മെഡിക്കൽ കോളേജ്. എന്നാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ മെല്ലെപ്പോക്കാണ് ഈ ആശുപത്രിക്ക്. ആരാണ് തൃശൂർ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനും രോഗികളുടെ ക്ഷേമത്തിനും തുരങ്കം വെക്കുന്നത്? വരും ദിവസങ്ങളിൽ മീഡിയ വൺ അന്വേഷിക്കുന്നു. 300 ഏക്കറിലധികം ഭൂമിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കാമ്പസുകളിലൊന്ന്. വിവിധ പദ്ധതികൾ തുടർച്ചയായി ആവിഷ്കരിക്കപ്പെട്ട മെഡിക്കൽ കോളേജ്. ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിന്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ബൃഹത്തായ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പാതയിലാണ്. കാർഡിയോതൊറാസിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർഷം തന്നെ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. ഗവൺമെൻറ് അതിനുവേണ്ട എല്ലാ സാമ്പത്തിക സഹായവും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കിതയ്ക്കുകയാണ് ഈ കോളേജ്. കാമ്പസിനകത്തെ മാലിന്യ നിർമ്മാർജ്ജനം, സുരക്ഷാ മതിൽ, പുതിയ കെട്ടിടങ്ങളുടെ ഉപയോഗം, പുതിയ തസ്തികകൾ, സ്വന്തമായി പോലീസ് സ്റ്റേഷൻ കെട്ടിടം എന്നിങ്ങനെ നിരവധിയാണ് ക്യാമ്പസ് നേരിടുന്ന പ്രശ്നങ്ങൾ. തൃശൂർ മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ശ്രദ്ധിക്കാനോ ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരെ, സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ചിരുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അതെല്ലാം തകിടം മറിച്ചിരിക്കുന്നു. നടപ്പിലാക്കുന്ന പദ്ധതികൾ സമഗ്രമാകാത്തതും ഫണ്ടുകൾ യഥാവിധി ഉപയോഗപ്പെടുത്താത്തതും കോളേജിന്റെ വികസനത്തിന് തടസ്സമാകുന്നു. പദ്ധതി നടത്തിപ്പിലെ പാളിച്ചകളെയും ക്യാമ്പസിന്റെ സുരക്ഷയെയും മുൻനിർത്തിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകളാണ് ഇനി പുറത്തറിയേണ്ടത്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, തൃശൂർ.